നമസ്കാരം. മെസ്സിയും അർജന്റീനയും വന്നാലും ഇല്ലെങ്കിലും കലൂർ സ്റ്റേഡിയത്തിൽ എന്തൊക്കെയോ പണിയെടുക്കുകയാണ് ആ പരിപാടിയുടെ സ്പോൺസർ. ഫിഫ നിലവാരത്തിലേക്ക് സ്റ്റേഡിയം മാറ്റിയെടുക്കാൻ 70 കോടി മുടക്കുന്നുവെന്നും ആ പണം നഷ്ടമായാലും തനിക്ക് പ്രശ്നമില്ലെന്നുമാണ് സ്പോൺസർ പറയുന്നത്. പണി പൂർത്തിയാക്കി നവംബർ അവസാനത്തോടെ സ്റ്റേഡിയം GCDAക്ക് കൈമാറുമെന്നും അദ്ദേഹം പറയുന്നു. അവിടെ എന്ത് പണിയാണ് നടക്കുന്നത്? മെസ്സി വരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച കായികമന്ത്രിയും സർക്കാരും എന്ത് കരാറിന് പുറത്താണ് സ്റ്റേഡിയം സ്പോൺസർക്ക് അറ്റകുറ്റപ്പണിക്ക് കൈമാറിയത്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, കോൺഗ്രസ് വക്താവ് ദീപ്തി മേരി വർഗീസ്, ഫിഫയുടെ മുൻ മീഡിയ കൺസൾട്ടന്റ് D രവികുമാർ എന്നിവർ. ആദ്യം ദീപ്തിയിലേക്ക്. ദീപ്തി, ഈ BCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നത് ആ സ്റ്റേഡിയം തീരെഴുതി കൊടുത്തു അയാൾക്ക് എന്നാണ്, സ്പോൺസർക്ക് എന്നാണ്. അങ്ങനെയല്ലല്ലോ. അതായത് ആ പരിപാടി നടത്താൻ വേണ്ടി ആ ഫിഫ നിലവാരത്തിലേക്ക് സ്റ്റേഡിയം പരിവർത്തിപ്പിക്കാൻ GCDA, സ്പോർട്സ് ഫെഡറേഷൻ കേരള എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ ഒരു NGOയ്ക്ക് കൈമാറിയിരുന്നു. സ്പോൺസർ എന്ന നിലയിൽ അദ്ദേഹം പണം മുടക്കുന്നു, അവിടെ നവീകരണം നടത്തുന്നു. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കണ്ടേ? നോക്കൂ, ഞാൻ ഈ സ്റ്റേഡിയം ഉൾപ്പെടുന്ന ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയാണ്. കോൺഗ്രസിൻ്റെ ഭാരവാഹി അതിന് അപ്പുറമായിട്ട് അവിടുത്തെ കൗൺസിലർ കൂടിയാണ്. നമ്മൾ ഈ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അത് GCDAയുടെ ഉടമസ്ഥതയിലുള്ള അതാണ്. GCDA ആണ് അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കൊച്ചി നഗരസഭയ്ക്ക് അവിടെ നടക്കുന്ന ഓരോ പരിപാടിക്കും പലതരത്തിലുള്ള സാങ്ഷനുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൊച്ചി നഗരസഭയാണ് അവിടുത്തെ ചുറ്റുപാടുമുള്ള റോഡുകളുടെ കസ്റ്റോഡിയൻ, ലൈറ്റ്, അതുപോലെയുള്ള സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപറ്റത്തുള്ള അതെല്ലാം കോർപ്പറേഷനുമായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു പണി നടക്കുമ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേഡിയത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടെ മരങ്ങൾ മുറിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് അവിടെ നക്ഷത്രവനം പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും അവിടെ ആ ഭാഗത്ത് നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന, ഇവിടെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നതോ മെസ്സി വരുന്നതോ ഒക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അതിനെ ഞങ്ങളാരും, കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിന് എതിരല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ് നടക്കുന്നത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സുതാര്യതയും ഇല്ല എന്നുള്ളതിലാണ് പ്രശ്നം വരുന്നത്. GCDAയുടെ കസ്റ്റഡിയിലുള്ള ഈ സ്റ്റേഡിയം ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയെന്ന് പറയുന്നു. വളരെ ദിവസങ്ങളായി നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും GCDAയുടെ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാകുന്നില്ല. ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ കിട്ടിയ ഒരു മറുപടി. പിന്നീടാണ് പറയുന്നത് ഇത് കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയെന്ന് പറയുന്നു. എന്നാൽ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ അല്ല, സ്പോൺസറായ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് പിന്നീട് വാർത്തകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്ര പ്രധാനപ്പെട്ട സ്റ്റേഡിയം പോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അഭിമാനാർഹമായ, അഭിമാനത്തിന് വക നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമുകൾ, അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ആരാണ് നടത്തുന്നത്, അത് ഏത് രീതിയിലാണ് നടത്തുന്നത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന്, GCDAയുടെ ഭാഗത്ത് നിന്ന് ഒന്നും യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഉണ്ടാകുന്നില്ല. ഇന്നലെ വരെ, എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് GCDAയുടെ ഒരു പത്രക്കുറിപ്പ് വെളിയിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളോട് പറഞ്ഞ്, അല്ലെങ്കിൽ പറയേണ്ട എല്ലാവരോടും ചർച്ച ചെയ്ത് സുതാര്യമായി ഇത് ചെയ്യാൻ തയ്യാറാകാത്തത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംശയമുളവാക്കി. ആരാണ് ചാനലുകൾക്ക് മുമ്പിൽ വരുന്നത്, ആരാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്? സ്പോൺസർ എന്ന് അവകാശപ്പെടുന്ന എന്ന് ഞാൻ പറയാൻ കാരണം, അവർ ഒരുപക്ഷെ സ്പോൺസർ ആയിരിക്കും, നമുക്ക് അതിന് തെളിവുകളൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ മന്ത്രിയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്പോൺസർ വന്ന് ചാനലുകൾ പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഞാൻ 50 കോടി മുടക്കുന്നു, 70 കോടി മുടക്കുന്നു, ഈ സ്റ്റേഡിയം ഇത്തരത്തിൽ പണിയെടുപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട്.
അതെങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ ഉടമയ്ക്ക് അത്തരത്തിൽ വന്ന് പറയാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇത്രയും ദിവസം നിശബ്ദത പാലിച്ചത്? ഇത്രയും പണികൾ അവിടെ നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഇന്നിപ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു സംഘം അവിടെ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. താങ്കളുടെ ഇപ്പോൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാർത്ത ഞാൻ കണ്ടു. ഷിയാസും കൂട്ടരും അവിടെ അതിക്രമിച്ചു കടന്നു എന്നാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ സ്ഥലം കൗൺസിലറാണ്. എനിക്കവിടെ അതിക്രമിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുവട്ടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അവിടെ തടയുകയാണ്, പോലീസിനെ വിളിക്കുകയാണ്. അപ്പം തന്നെ എന്തിനാണ് ഇത്രയും വലിയ ഒരു ആശങ്ക? കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ്? ഞങ്ങളോടൊപ്പം വന്ന ചില ആളുകളെ തടയുന്നു, മാധ്യമങ്ങളെ തടയുന്നു. മീഡിയ ടിവിയുടെ മീഡിയ ചാനലിൻ്റെ മീഡിയ വണ്ടേൻ്റെ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ, ചോദിച്ചാൽ അറിയാം. അവരെല്ലാം തടഞ്ഞു. അപ്പം അങ്ങനെ തടഞ്ഞ് ഞങ്ങളവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ പോലും സമ്മതിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക തോന്നുമല്ലോ. അവിടെ ഈ പറയുന്നത് പോലെ മെസ്സി വരുമെന്നും ഇത് ഇങ്ങനൊരു കളി അവിടെ നടക്കുമെന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നുള്ളത് അടുത്ത ചോദ്യമല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഗെയിമുകൾ അവിടെ നടക്കുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള ആ കാറ്റഗറിയിൽ ആ ക്രൈറ്റീരിയയിൽ വരുന്ന യാതൊരു സൗകര്യങ്ങളും നിലവിൽ ആ സ്റ്റേഡിയത്തിനില്ല. അപ്പോൾ അത്തരത്തിൽ അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള അത് ആരാണ് ചെയ്യുന്നത്? ചെയ്യുന്നവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വേണം. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രൈവറ്റ് ഒരു വ്യക്തിയുമായിട്ട് ഒരു ചാനൽ ഉടമയുമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടോ? അതാണ് കഴിഞ്ഞ ദിവസം MP ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചത്. ആരുമായിട്ടാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്? ആരാണ് ഇതിൻ്റെ അതോറിറ്റി? ആരാണ് ഈ പണികൾ അവിടെ ചെയ്യുന്നത്? അങ്ങനെ സ്റ്റേഡിയം അങ്ങനെ വിട്ടുകൊടുക്കാൻ, അത്തരത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലെ ഒരു സ്ഥലം ഒരു പ്രൈവറ്റ് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് സംശയം. അത്രയും ആധികാരികമായിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചാനൽ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സർക്കാരിന് എന്ത് തരം ഉത്തരവാദിത്തമാണുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ ആശങ്ക. ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ചുറ്റുപാടും റെസിഡൻസ് ഉണ്ട് അതിൻ്റെ ചുറ്റും. അപ്പോൾ അവരുടേതായ പലതരത്തിലുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ വളരെയധികം ഹൈറ്റ് കൂട്ടിയിരിക്കുക ഇരുഭാഗത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ചാനലിൻ്റെ ഈ സ്റ്റേഡിയത്തിലോട്ട് കടക്കുന്ന ആ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ താഴ്ചയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയും ആയി പെയ്ത മഴയിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു കായൽ പോലെ വെള്ളമൊഴുകുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളക്കെട്ട് അവിടെ രൂപീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായിട്ടാണോ ഈ പണികൾ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിവരമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും കൂടി ചോദിക്കുകയാണ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആരാണ് ഈ പണികളുമായി മുമ്പോട്ട് പോകുന്നത്? അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ സർക്കാർ തയ്യാറാകണം. സ്പോർട്സ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ റിലക്റ്റൻ്റ് ആയിട്ട് കൃത്യമായി മറുപടി പറയാതെ നമ്മൾ ചോദിക്കുന്ന ആളുകളോട് ചൂടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം എന്താണുള്ളത്? എന്താണ് ഇവർക്ക് മറയ്ക്കാനുള്ളത്? ഇത്തരത്തിലൊരു പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിന് ഇത് കൊടുത്തതിൽ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? അങ്ങനെ മറയ്ക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇന്ന് ഇത് സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ചെന്നപ്പോൾ അവിടെ തടയുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായി. ശരി ദീപ്തി, ഞാൻ വരാം അങ്ങനെ. ഷറഫ് അലി, ഈ GCD എന്നില പുറത്തിറക്കിയ ഒരു കമ്മ്യൂണിക്കേ ഉണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റാൻ, അവ്യക്തതകൾ നീക്കാൻ അത് ഉപകരിക്കുമെന്ന പ്രതീക്ഷയുടെ ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ സ്പോൺസർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്തൊക്കെയാണ് എന്ന് ഒരു 10 ജോലികൾ അവർ അതിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ആ 10 ജോലികളിൽ ഒന്നാമതായി കൊടുത്തുള്ള ടർഫിൻ്റെ നവീകരണമാണ്. പിന്നെ ഫ്ലഡ് ലൈറ്റുകളുടെ മാറ്റം, ഫ്ലഡ് ലൈറ്റുകളൊക്കെ MH ലൈറ്റ് മാറ്റി LED ലൈറ്റ് ആക്കണം എന്നുള്ളതാണ്. അത് ഫിഫ സ്റ്റാൻഡേർഡിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും 10 കാര്യങ്ങളും ഈ ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായ സ്റ്റേഡിയത്തെ മാറ്റാൻ വേണ്ടി തന്നെയാണോ? ടർഫ് നേരത്തെ തന്നെ നല്ലതല്ലേ? അപ്പോൾ അവിടെ ടർഫ് പരിപാലനം നടക്കുന്നില്ലേ? ഇനി ടർഫ് പുതുതായിട്ടുണ്ടാക്കണോ? അതുപോലെ 70 കോടിയുടെ ഒരു ജോലിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് സ്പോൺസർ പറയുന്നത്. 70 കോടിയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാരാണ് അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടെൻഡർ വിളിക്കണം. ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ കാലതാമസം അതിനുണ്ടാകും. പക്ഷേ എന്ത് പണി നടക്കുമ്പോഴും ഇത് പൊതുമുതലാണല്ലോ, അതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ? GCD പറയുന്നത് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്പോർട്സ് ഫെഡറേഷൻ കേരളയാണ് എന്ന് പറയുന്നു. സ്പോർട്സ് ഫെഡറേഷൻ കേരള ഇത് സ്പോൺസർക്ക് കൈമാറാൻ
ഒരു സർക്കാർ ഉത്തരവുണ്ട് എന്നാണ് കായിക മന്ത്രി പറയുന്നത്. സർക്കാർ വെബ്സൈറ്റിൽ ആ ഉത്തരവ് കാണുന്നില്ല, ഇപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. 17-ാം തീയതി ഇറങ്ങിയ ഒരു ഉത്തരവിനെ കുറിച്ച് GCDM പറയുന്നുണ്ട്. ഇതിൻ്റെ കരാർ എവിടെയാണ്? ആ കരാറിൽ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ? അജിംസ, ഈ വിഷയത്തെ രണ്ടായിട്ട് തന്നെ കാണണം. ഒന്ന്, അർജൻറ്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറ്, അത് ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം GCDA ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, നവീകരണവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചിലവാക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യത്തെപ്പറ്റി എടുക്കുകയാണെങ്കിൽ, ഈ അർജൻറ്റീന ടീം കഴിഞ്ഞ ലോകകപ്പിലെ ചാമ്പ്യന്മാർ മെസ്സി ഉൾപ്പെടെയുള്ള അർജൻറ്റീന ടീമിൻ്റെ കേരള സന്ദർശനം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് വേണ്ടി AFA അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സ്പോൺസർ ഒരു കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. അതിന് പണം അടച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തു എന്നെനിക്ക് തോന്നുന്നില്ല. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്ര വലിയൊരു തുക 130 കോടിയോളം അടച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടച്ചു എന്ന് പറയുന്നത്, ഷറഫലി ആ കരാർ കണ്ടിട്ടുണ്ടോ? ഒരു സ്പോൺസർ, താങ്കൾ ആ കരാർ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു സ്പോൺസർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. AFA പ്രതിനിധികൾ കേരളത്തിൽ കളിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തല്ലോ. ഒരു കരാറില്ലാതെ അവരൊരിക്കലും കേരളത്തിൽ കളിക്കാൻ തയ്യാറാണ്, അവരുടെ ഷെഡ്യൂളിൽ അത് വെക്കില്ലല്ലോ അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ പലവട്ടം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മുമ്പ് അങ്ങനെ സന്നദ്ധത അറിയിച്ചപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഞങ്ങളിൽ പണമില്ലാന്ന് ഒഴിവാക്കുകയാണ്. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏതായാലും 130 കോടിയിലധികം രൂപ മുടക്കി ഒരു സ്പോൺസർ മുടക്കിയിട്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുമെന്നുള്ള വിശ്വാസക്കാരനല്ല ഞാൻ. ഒന്ന്. രണ്ടാമത്, ഈ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമായിരിക്കും അർജൻറ്റീന ഉൾപ്പെടുന്ന, മെസ്സി ഉൾപ്പെടുന്ന ഒരു അർജൻറ്റീന ടീം കേരളത്തിൽ കളിക്കുക എന്ന് പറയുന്നത്. അത് പറ്റിക്കലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. അദ്ദേഹം പൈസ അടച്ചിട്ടില്ലെങ്കിൽ അത് പറ്റിക്കലാണെന്ന് പറയാം. പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കലല്ല നമുക്ക് തെളിയുമല്ലോ. അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായിട്ട് GCDAയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, GCDA സ്റ്റേഡിയം നന്നാക്കുന്നത് 50 കോടിയിലധികം 70 കോടിയോളം രൂപ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതായാലും സർക്കാരിൻ്റെ ഒരു രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നവീകരണ പ്രവൃത്തികൾക്കൊക്കെ തുക ചെലവാക്കുന്നത് സ്പോൺസറാണ് എന്ന് പറയുന്നു. സ്പോൺസർ ഒരു രൂപ ചെലവാക്കി അദ്ദേഹത്തിന് എന്ത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്കണ്ഠ. അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ ഇല്ലേ എന്നുള്ള ഉത്കണ്ഠപ്പെടേണ്ട ഒരാൾ അദ്ദേഹം തന്നെയാണ്. ഇവിടെ പലർക്കും പല സംശയങ്ങളാണ്. സ്റ്റേഡിയം അദ്ദേഹത്തിന് തീരെഴുതി കൊടുത്തോ ഇല്ലേ? GCDA കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിശദമായ പത്രക്കുറിപ്പിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും സ്റ്റേഡിയം ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കില്ല. അതുപോലെ തന്നെ സ്പോൺസർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 30-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 30-ാം തീയതിയോടുകൂടി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി GCDA ഏൽപ്പിക്കുന്നു. 30-ാം തീയതി എന്ന് പറയുന്നത് 17-ാം തീയതി മാച്ച് വെച്ചതുകൊണ്ടായിരിക്കും 30-ാം തീയതി ഡേറ്റ് വെച്ച്. മാച്ച് നടന്നില്ല, നിർഭാഗ്യവശാൽ നടന്നില്ല എന്നുള്ള വേറെ വിഷയം. അപ്പോൾ അതിന് പണം ചെലവാക്കുന്ന ആൾക്ക് തൻ്റെ പണം അഴിക്കുന്നതിനൊരു ഗ്യാരണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ടെൻഷനും ഇല്ലെങ്കിൽ നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് അദ്ദേഹം ചെലവാക്കുന്ന പണത്തിന് സ്റ്റേഡിയം തീരെഴുതി കൊടുക്കുകയാണെങ്കിലേ നമ്മൾ ബേജാറാവുള്ളൂ. അങ്ങനെ ഇല്ല എന്ന് GCDA തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മീറ്റിംഗ്, ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 2-3 മീറ്റിങ്ങുകൾ, ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, GCDA ഉദ്യോഗസ്ഥർ, SKFൻ്റെ ഉദ്യോഗസ്ഥർ, സ്പോൺസറുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൂടി ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ 2 ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന്, ഒരു MC മോണിറ്ററിംഗ് കമ്മിറ്റി, SKFൻ്റെ ഡയറക്ടർ, GCDAയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ RBCയുടെ ഒരു പ്രതിനിധി ഉൾപ്പെടുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, അതിൻ്റെ കീഴിൽ ഒരു TCC ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെ ഉണ്ടാക്കി. ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിൻ്റെ ചുമതല അതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട്, അർജൻറ്റീന വിസിറ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ഒരുക്കങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ട ഒരു കമ്മിറ്റിയാണ് TCC. അതിൽ എഞ്ചിനീയർമാർ, ചീഫ് എഞ്ചിനീയറാണ് അതിലൊരു മെമ്പർ,
SC സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്, GCയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് ഒരു മെമ്പർ, ഒരു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഒരു പ്രതിനിധി. ഈ കമ്മിറ്റി അതിൻ്റെ മേലെയാണ് മോണിറ്ററിംഗ് കമ്മിറ്റി. മോണിറ്ററിംഗ് കമ്മിറ്റിയിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച് SKFൻ്റെ ഡയറക്ടറും GCDAയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ RBCയുടെ പ്രതിനിധിയും. അങ്ങനെ ഒരു സുതാര്യമായിട്ട് ആണത്. ഒരു പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് ചർച്ച ചെയ്തിട്ട് ഇല്ല എന്നുള്ളത് ശരിയായിരിക്കാം, പത്രക്കാരുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഒരു സർക്കാർ തലത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഷറഫലി, എൻ്റെ ഒറ്റ സംശയമാണ്, ഷറഫലി പറഞ്ഞ ആ കാര്യങ്ങൾ GCDയുടെ പത്രക്കുറിപ്പിലുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ സ്റ്റേഡിയം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പബ്ലിക് പ്രോപ്പർട്ടിയുടെ ഒരു നവീകരണ പ്രവർത്തനത്തിന് ഒരു സ്പോൺസർ തയ്യാറായി വരുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം പണം മുടക്കും, അതിൻ്റെ വർക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും, വർക്ക് മോണിറ്റർ ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാലും. ഇപ്പോൾ ഷറഫലി പറഞ്ഞു, ഈ വർക്ക് 70 കോടിയുടെ വർക്കാണ്. അത് 70 കോടിയുടെ വർക്കുണ്ടോ? ആ വർക്കിന് എത്ര പണം ചെലവാകും? ആ വർക്ക് ആരാണ് ചെയ്യേണ്ടത്? അത് ടെൻഡർ ചെയ്യണ്ടേ? തുടങ്ങി പ്രധാനപ്പെട്ട നിയമപരമായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്പോൺസർക്ക് പണം മുടക്കാം, ആ പണി ആര് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ പറയാം. അതായത് ഒരു സർക്കാർ പണം ചെലവഴിച്ചിട്ട് ചെയ്യുന്ന അജിംസ്, സർക്കാർ പണം ചെലവഴിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഷറഫലി പറയും. സർക്കാർ പണം ചെലവഴിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഫോർമാലിറ്റി തീർച്ചയായിട്ടും പാലിക്കണം. 1 ലക്ഷം രൂപയുടെ മേലെയാണ് ടെൻഡർ വേണം, ഈ ടെൻഡർ വേണം, അല്ലെങ്കിൽ മറ്റു ഫോർമാലിറ്റീസ് വേണം, അതിന് കമ്പനികൾ വേണം, ഒക്കെ ശരിയാണ്. ഇതിൻ്റെ പണം ചെലവഴിക്കുന്നത് സ്പോൺസർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണെന്ന് അദ്ദേഹവും പറഞ്ഞു, സർക്കാരും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മാതിരി ചെലവഴിച്ചുകൂടെ? അത് സർക്കാർ തിരിച്ചു കൊടുക്കുമ്പോഴേ, തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലല്ലേ നിങ്ങൾ പറഞ്ഞ ഈ ഫോർമാലിറ്റി ആവശ്യമുള്ളൂ. ആ സ്റ്റേഡിയം, അതായത് അർജൻറ്റീനയുടെ ടീമിനെ ഇവിടെ കൊണ്ടുവരുന്ന സ്പോൺസർ അതിൻ്റെ സാമ്പത്തികമായ എല്ലാ ബാധ്യതയും ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചെലവഴിക്കുന്ന പണത്തിൻ്റെ കണക്കിനെക്കുറിച്ച് മറ്റു ഉദ്യോഗ തലത്തിൽ പരിശോധന നടത്താം, ഏത് തരത്തിലുള്ള പണമാണെന്ന്. അല്ലാതെ അത് വർക്ക് കൊടുക്കുന്ന ടെൻഡർ മുഖാന്തരമാണോ, കൊട്ടേഷൻ വിളിച്ചിട്ടാണോ, ഫോർമാറ്റ് ചെയ്തോ, കൃത്യമായിട്ട് GCDA കംപ്ലീറ്റ് ചെയ്തോട്ടെ. 70 കോടി ചെലവഴിക്കുന്നത് എവിടെന്നാണ് പണം എന്നുള്ള പ്രശ്നമേ അല്ല. പക്ഷേ പണം ചെലവഴിക്കുന്ന, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് വരാം. അതായത് SKFന്റെ ചീഫ് എഞ്ചിനീയറും അതുപോലെ തന്നെ GCDAയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറും. പറഞ്ഞോളൂ. SKFന്റെ ചീഫ് എഞ്ചിനീയറും GCDAയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറും RBCയുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ TCC കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ സ്റ്റേഡിയത്തിൽ ആവശ്യമുള്ള, ഈ മത്സരത്തിന് ആവശ്യമുള്ള ജോലികളാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഈ കമ്മിറ്റിക്കുണ്ട്. ആ കമ്മിറ്റിയുടെ മേലെയാണ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വന്നിട്ടുള്ളത്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയെ അതാത് സമയങ്ങളിൽ വിവരങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശവും TCCക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GCDA സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും അർജൻറ്റീന മാച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്കും TCC കമ്മിറ്റിക്കും ഉണ്ട് എന്നാണ് ഞാൻ ഈ 2 ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ എല്ലാവരെയും അത് അറിയിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ടെൻഡർ പ്രോസസ്സ് നടത്തിയിട്ടുണ്ടോ? സർക്കാരാണ് പണം ചെലവാക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ടെൻഡർ പ്രോസസ്സിലൂടെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് യാതൊരു സംശയവുമില്ല. ഇത് പ്രൈവറ്റ് ഏജൻസി അയാളുടെ സ്വന്തം പണം എടുത്തുകൊണ്ട് അർജൻറ്റീന മാച്ചിന് തയ്യാറാവുമ്പോൾ ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു, എന്തിന് ചെലവഴിക്കുന്നു എന്ന് നോക്കാനുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ TCC മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ദീപ്തി എന്താ ചോദിക്കാൻ വന്നത്? അല്ല അദ്ദേഹം പറഞ്ഞു ഇത് സർക്കാരാണെങ്കിൽ ടെൻഡർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ കാശുള്ള ആർക്കും കൊടുക്കും എന്നുള്ളതാണോ? അപ്പോൾ ഒരു സ്പോൺസറായി വരാൻ കയ്യിൽ പണം വേണം എന്നുള്ളത് മാത്രമാണോ മാനദണ്ഡം? ഞാനത് 2ാം ഘട്ടത്തിലേക്ക് ഷർഫയിലേക്കും നിങ്ങളിലേക്കും വരുമ്പോൾ അത് ആ പ്രധാനപ്പെട്ട പോയിന്റാണ്. അല്ലല്ല ഇവിടെ കയ്യിൽ പണമുണ്ടോ എന്ന് നോക്കിയിട്ട് നിശ്ചയിച്ച സ്പോൺസർ അല്ല. ഈ പ്രൊജക്റ്റ് 1 വർഷം മുമ്പേ ആലോചനയിലിരുന്ന പരിപാടിയാണ്. ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ SKFനെ സംസ്ഥാന ഗവൺമെൻറ് ഏൽപ്പിക്കുകയും
ഇതിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഏൽക്കാൻ പറ്റിയതിനെ ഒരു സ്പോൺസറെ കണ്ടെത്തി മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു എഗ്രിമെൻ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ AFA ആയിട്ട് കരാർ ഒപ്പിട്ടു. അതിനുശേഷം കേരളത്തിൽ കളിക്കാൻ പറ്റുന്ന 2 സ്റ്റേഡിയങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയും രണ്ടും പരിശോധനയിൽ ഏറ്റവും അനുയോജ്യമായ സ്റ്റേഡിയം കൊച്ചിയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു സ്റ്റേഡിയമായി നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴാണ് ഈ ചർച്ച വന്നത്. അത് പണം നോക്കിയിട്ട് ഒരാളെ ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. അർജൻറ്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറായി അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത സ്പോൺസറെ സ്റ്റേഡിയം നവീകരിക്കാൻ ഏൽപ്പിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ AFA-യുമായിട്ട് കരാറൊപ്പിട്ട കാര്യം പറഞ്ഞു. കുറഞ്ഞ പക്ഷേ ഇത് ഇന്ത്യൻ ഫുട്ബോൾ അല്ല, അത് കേരളത്തിൽ ഒരാളെ ഉള്ളൂ, കേരളത്തിൽ ഒരാൾ മാത്രമേ അതിനുള്ളൂ എന്നാണോ താങ്കൾ പറയുന്നതെന്നാണ് എന്റെ ചോദ്യം. ഷറഫ് അലി, ആ സ്പോൺസറെ കണ്ടെത്തിയ കഴിവുള്ളൂ എന്ന് സർക്കാർ പറയാൻ പറ്റില്ല. നിലവിൽ ഒരാൾ മാത്രമേ തയ്യാറായി വന്നിട്ടുള്ളൂ. ഓക്കെ, ഷറഫ് അലി, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ സ്പോൺസർ എത്തിയെന്ന് പറയുന്നു. ഈ കുറഞ്ഞ പക്ഷം ഈ സ്പോൺസർക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെടണമെന്നും അവർ വഴിയാണ് ഫിഫയുടെ അംഗീകാരം കിട്ടണമെന്ന് പോലും അയാൾക്ക് അറിയില്ല. അപ്പോൾ സ്പോൺസർ തയ്യാറായെന്നുകൊണ്ട് അയാൾക്ക് ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അടിസ്ഥാന ബാലപാഠം പോലും അറിയാത്ത ഒരു സ്പോൺസറാണ്. അവിടെ അയാളെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവസാനം നാട്ടുകാരുടെ മുമ്പിൽ കായികമന്ത്രി പൊളിച്ചു നടക്കുക പ്രതികരിക്കാതെ. ഇത് ആരുടെ കുഴപ്പമാണ്? ആരുടെ മോണിറ്ററിങ്ങിന്റെ പ്രശ്നമാണ്? അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് കടമ്പകളുണ്ട്. അതിൽ അജിംസ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള കടമ്പ ഒന്നാണ്. ഏത്? AFF-മായി ബന്ധപ്പെട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ത്രൂ AFF ത്രൂ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ത്രൂ ഫിഫയിൽ എത്തുക എന്നുള്ളത് ഒരു വഴിയാണ്. മറ്റു വഴികളുമുണ്ട്. AFA കരാർ ഒപ്പിട്ടതിന് ശേഷം ഫിഫയുമായി ബന്ധപ്പെട്ട അംഗീകാരം വാങ്ങിയിട്ട് ഫിഫയിൽ നിന്ന് നിർദ്ദേശം AFC മുഖാന്തരം AFF-ന് കൊടുത്തിട്ട് ഇങ്ങനെയും വരാം. 2 വഴിയുണ്ട്. AIFF വഴിയല്ലാതെ എങ്ങനെ ഫിഫയിലേക്ക് പോകും? AIFF വഴിയല്ലാതെ എങ്ങനെ ഫിഫയുടെ സാങ്ഷനിലേക്ക് പോകും? നേരിട്ട് പോകാലോ. അതുകൊണ്ടാണല്ലോ, നേരിട്ട് പോയത് കൊണ്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഒപ്പിട്ടത്. എന്തുകൊണ്ടാ? അല്ലല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിട്ട് കരാർ ഒപ്പിടാൻ എന്തിനാണ് ഫിഫയുടെ അംഗീകാരം? അത് അവരുമായിട്ട് ഒപ്പിട്ടാൽ മതി. ഫിഫയുടെ വിൻഡോയുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഡിയത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ലേ? അതിന് നമ്മുടെ ദേശീയ ഫുട്ബോൾ അസോസിയേഷൻ വഴി തന്നെ പോകണ്ടേ? സ്റ്റേഡിയത്തിന്റെ നിലവാരമായിട്ടുള്ള പ്രശ്നത്തിന് ദേശീയ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് ഫിഫ നേരിട്ട് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഏതെങ്കിലും പ്രതിനിധികൾ വന്ന് പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് AFF മുഖാന്തരം പോകേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ യാതൊരു റോളുമില്ല. അവർ ഇതിൽ ഒരു പങ്കാളിയുമല്ല ഈ ഒരു ഇവന്റിൽ. റോളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫിഫ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫിഫ ആ ഉത്തരവ് ഇവരെ അറിയിക്കും. AFC മുഖാന്തരം AFF-നെ അറിയിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫിഫയിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് എങ്ങനെയാണ്? ഫിഫയിലേക്ക് സ്പോൺസർ നേരിട്ട് ഫിഫയുടെ ഒഫീഷ്യൽസിനെ പോയി കാണുകയാണോ ചെയ്യുക? സാധാരണ രീതിയിൽ ഇപ്പോൾ അങ്കോളയിൽ കളിക്കാൻ പോകുന്നുണ്ട് അർജന്റീന. അങ്കോളയുടെ ദേശീയ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീനയുമായി നേരിട്ട് കരാർ ഒപ്പിടുകയും ഫിഫയുമായി ബന്ധപ്പെടുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഒരു സ്പോൺസർ ഞങ്ങൾ ഫിഫയുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധ്യത എന്താണ് ഷറഫ് അലി? അജിംസെ, ഇവിടുത്തെ ഇപ്പോഴുള്ള പ്രശ്നം ഫിഫയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതോ അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. AFA-യുമായിട്ട് കരാർ ഒപ്പിടുകയും അവർ കേരളത്തിൽ കളിക്കാൻ തയ്യാറാവുകയും അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഫിഫയുടെ കയ്യിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ അംഗീകാരമൊന്നുമല്ല പ്രശ്നം. സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണല്ലോ ഈ മത്സരം നീണ്ടുപോകാനുള്ളൊരു സാഹചര്യം. അല്ല, ഈ സ്റ്റേഡിയത്തിന് ഫിഫ മാനദണ്ഡപ്രകാരമുള്ള നിലവാരമില്ല എന്നുള്ളത് ഈ ഒക്ടോബർ മാസം 3-ാം വാരമാണോ ഈ സ്പോൺസർക്ക് മനസ്സിലാവുന്നത്? അത് ഒക്ടോബർ 3-ാം വാരം മനസ്സിലാക്കിയല്ലോ. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായല്ലോ. അതുകൊണ്ടാണല്ലോ സെപ്റ്റംബറിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ഏജൻസികളുടെ മീറ്റിംഗ് കൂടുകയും
അതിൽ ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പല കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഫിഫയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഫിഫ അംഗീകാരം 60 ദിവസം മുമ്പ് തന്നെ നേടണമെന്ന്. നിങ്ങൾ പറയുന്നു സെപ്റ്റംബറിൽ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. കേൾക്കുന്നില്ല, ചില മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഡി രവികുമാർ, ഈ ഫിഫയുടെ മാനദണ്ഡങ്ങൾ കേട്ടു. ഞാൻ കേട്ടു. പറയൂ, ഷറഫ് അലി പറയൂ. ഹലോ, പറഞ്ഞോളൂ. ഇപ്പോൾ നിങ്ങൾ പറയുന്നു 60 ദിവസത്തിനുള്ളിൽ അംഗീകാരം വാങ്ങിയിരിക്കണം. ശരിയാണ്. ഇവിടെ ഇതുവരെ സ്പോൺസർ ധരിച്ചിരുന്നത് കൊച്ചി സ്റ്റേഡിയം ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയമാണ്, അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ ചെയ്താൽ മതി എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതിനുള്ള കാരണം ഞാൻ പറഞ്ഞത്. ഇനി മാർച്ചിലെ വിൻഡോ ആണ് നമുക്ക് സ്പോൺസർ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ഫുട്ബോൾ അസോസിയേഷനുമായോ KFAയുമായോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നെങ്കിൽ അവർക്കറിയാമായിരുന്നു ഇന്ത്യയിൽ എത്ര സ്റ്റേഡിയങ്ങൾ ഫിഫ നിലവാരമുള്ളതുണ്ട് എന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ കായിക മന്ത്രിക്ക് അറിയാം. ആരുമായി അതായത് ഇതിനെക്കുറിച്ചുള്ള ബാലപാഠം പോലും അറിയാതെ എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട് എന്നാൽ ഞാൻ മെസ്സിയെ കൊണ്ടുവരുമെന്ന് നാട്ടുകാരെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അല്ലല്ല, അങ്ങനെ ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ അണ്ടർ-17 വേൾഡ് കപ്പ് നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ്. തിരുവനന്തപുരം സ്റ്റേഡിയം അതിനുശേഷം ഫിഫയുടെ റൂൾസ് മാറി. നടന്നിട്ടുള്ള വേദിയാണ്. സ്വാഭാവികമായിട്ടും അല്ല, ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഫുട്ബോൾ രംഗത്തുള്ള ഒരു പക്ഷേ ഇതിൻ്റെ വളരെ ആഴത്തിൽ പരിശോധിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ പൊതുവെ നിൽക്കുന്ന എല്ലാവരും ധരിച്ചിട്ടുള്ള കൊച്ചിയും തിരുവനന്തപുരവും ഫിഫയുടെ അംഗീകാരമുള്ള സ്റ്റേഡിയമാണ് എന്ന് തന്നെയാണ്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു 60 ദിവസം കൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ ഫിഫയുടെ അംഗീകാരം വാങ്ങിയിരിക്കണം. ഇനി മാർച്ചിലേക്കാണ് വിൻഡോ ഓപ്പൺ ചെയ്ത് മത്സരം അനുവദിക്കുന്നത് എങ്കിൽ നമ്മൾ ഫെബ്രുവരി പണി തുടങ്ങിയാൽ പോരല്ലോ. ഇപ്പോഴെങ്കിലും പൂർത്തിയാക്കി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാക്കി ഫിഫയുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്തെങ്കിലല്ലേ മാർച്ചിലെങ്കിലും നമുക്കൊരു കളി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ശരി, ശ്രീ ഡി രവികുമാർ, ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ മത്സരം ഓർഗനൈസ് ചെയ്യുന്നത് സ്പോൺസറാണ്. അതൊരു അപൂർവതയാണ്. അപൂർവത എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ നടത്താറുണ്ട്. സ്പോൺസർ തന്നെ ഇത് ഓർഗനൈസർ, കാരണം ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ സ്പോൺസർ സ്വയം ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഓർഗനൈസിങ്. പണം മുടക്കുക മാത്രമല്ല, ഓർഗനൈസിങ്. അപ്പോൾ സ്പോൺസറെ സംബന്ധിച്ച് ഫിഫയുടെ അടിസ്ഥാന റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് ആ സ്പോൺസർക്ക് യാതൊരു ധാരണയുമില്ല. ഏത് വഴി പോകണം, ആര് വഴി സമീപിച്ചാൽ അർജന്റീനയുമായി കരാർ ഒപ്പിടാം, ഏത് വഴി പോയാൽ ഫിഫയുടെ ക്ലിയറൻസ് കിട്ടും, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എല്ലാം മനസ്സിലാവുന്നത് അവസാന നിമിഷമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്പോർട്സ് ഭരണത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ സസ്പെൻഷൻ ഭീഷണിയിലാണ് ഫിഫയിൽ നിന്ന്, നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമാണോ ഇത്? അതല്ല, ഇത് വേറൊരു തരത്തിൽ നിയമലംഘനങ്ങൾ, ചട്ടലംഘനങ്ങളാണ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ, പറഞ്ഞോളൂ രവികുമാർ. ഇതിലിപ്പോ ഒരു സ്പോൺസർ മുന്നോട്ട് വന്നു, ഒരു മാച്ച് നടത്തുന്നു, മെസ്സി വരുന്നു, ഇതൊക്കെ സ്വാഗതാർഹമാണ്. ഇതില് പ്രൊസീജിയറൽ ലാപ്സസ് ആണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു ഒഫീഷ്യലുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ ഇത് സാധാരണ നമ്മളൊരു മാച്ച് നടത്തുമ്പോൾ ഇപ്പൊ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണ് ആദ്യമേ ഒരു കരാർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യും. ഇന്ന ഡേറ്റിൽ നാഷണൽ ഫിഫയുടെ വിൻഡോയിൽ തന്നെ ഒരു 10 ദിവസം കൊണ്ട് എന്നാണ് അവർ അവൈലബിൾ, ഇന്ത്യയിൽ വന്ന് കളിക്ക് ഇത്രയും മൈൽസ് ട്രാവൽ ചെയ്ത് വരണം. അവർ തമ്മിൽ നേരിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് സംയുക്തമായിട്ടാണ് ഫിഫയിൽ നിന്ന് ഇതിനുള്ള അപ്രൂവൽ എടുക്കേണ്ടത്. ഇവിടെ അത് നടന്നിട്ടില്ല.
സ്പോൺസറുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ സ്പോൺസർ ആണ് ഇതെല്ലാം നടത്തുന്നതെന്ന് പറയുന്നിടത്താണ് തെറ്റ്. ഇപ്പൊ കൊക്കക്കോള ഫിഫയുടെ സ്പോൺസറാണ്, മക്ഡൊണാൾഡ്സ് ഫിഫയുടെ സ്പോൺസറാണ്. അവരാണോ ഫിഫ ടൂർണമെന്റുകൾ വല്ലതും നടത്തുന്നത്? അവർ പണം നൽകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ അവർക്ക് അവരുടേതായ ചില പ്രിവിലേജസ് ഉണ്ട് ആസ് സ്പോൺസേഴ്സ്. അവർക്ക് കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ് ആണ്, അവർക്ക് ചില പ്രിവിലേജസ് കൊടുക്കും, അഡ്വർടൈസ്മെന്റ് സ്പേസ്, അവർക്ക് VIP, ഇതേ ഉള്ളൂ. ബാക്കി നടത്തുന്നത്, ഫുട്ബോൾ നടത്തേണ്ടത് ഫുട്ബോൾ ഭരണാധികാരികളാണ്. കാരണം ഗവൺമെന്റ് പോലും ഇടപെടാൻ പാടില്ല. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ AFF-ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. ഗവൺമെന്റിന് പോലും ഇതിൽ കൈ കടത്താൻ പറ്റത്തില്ല. കാരണം ഓട്ടോണമസ് ആണ് ഫിഫ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ പെശകുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അമച്വറിഷ് അപ്രോച്ചിന്റെ ഒരു ഭാഗമാണ്. അതിപ്പം നമ്മുടെ സെറ്റപ്പ് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലബിന് അവരുടെ സ്വന്തം സ്റ്റേഡിയം ഉണ്ട്. അവിടുന്ന് ഗവൺമെന്റിന് സ്റ്റേഡിയം പണിയേണ്ട ആവശ്യമേ ഇല്ല. ബാർസലോണയ്ക്ക് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, റിയൽ മാഡ്രിഡിന് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, എല്ലാവർക്കും അവരുടെ സ്റ്റേഡിയങ്ങളുണ്ട്. ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ വേൾഡ് കപ്പുകളും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് മാച്ചസും ഒക്കെ നടക്കും. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ഒരു പ്രൊഫഷണൽ ക്ലബ് സിസ്റ്റം ആയിട്ടില്ല. പല ക്ലബുകൾക്കും ഹോം സ്റ്റേഡിയംസ് ഇല്ല. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഈ ഒരാള് പൈസ ഓഫർ ചെയ്യാൻ വരുമ്പോ എന്നാ നീ നടത്തിക്കോ എല്ലാം എന്നും പറഞ്ഞ് എല്ലാം അവരെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. അപ്പൊ അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. ഇറ്റ്സ് നോട്ട്, എന്താണ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ ബെസ്റ്റ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് അല്ല. അവിടെയാണ് നമുക്ക് പരാജയം. പിന്നെ ഇപ്പൊ കൊച്ചി സ്റ്റേഡിയം എന്ന് പറഞ്ഞാല് 70 കോടിയല്ല, ഞാൻ എന്റെ നോട്ടത്തിൽ ഏകദേശം ഒരു 100 കോടിയെങ്കിലും ചെലവാക്കിയാലേ അതൊരു അന്താരാഷ്ട്ര ഫിഫ അപ്രൂവലിലേക്ക് ഉയർത്താൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം 2017 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടത്തിയപ്പോഴ് ബാംഗ്ലൂരും ചെന്നൈയും പ്രൊവിഷണൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അവരെ തഴഞ്ഞു. അവരെ നടത്താൻ അനുമതി കൊടുത്തില്ല. വേറെ 7 സ്റ്റേഡിയങ്ങളിലാണ് നടത്തിയത്. അപ്പൊ ആ ഒരു സ്റ്റഡിയെ പറ്റി ഞാൻ വായിച്ചപ്പോഴ് അവരുടെ ഫിഫയുടെ റിപ്പോർട്ടിൽ എന്താണെന്നറിയോ, ചില സ്റ്റേഡിയങ്ങളിൽ ഡിറ്റീരിയറേറ്റിംഗ് റൂഫ് സ്ട്രക്ചർ, ചിലയിടത്ത് ലോഡ് ബെയറിംഗ് പില്ലേഴ്സ് ആർ നോട്ട് സ്ട്രോങ് ഇനഫ്, ഓക്കെ, ചിലയിടത്ത് നോൺ ഓപ്പറേഷണൽ സ്മോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതൊക്കെ ബേസിക്കായി വേണ്ടിയ ഫങ്ഷൻസ് ആണ്. ഇതൊന്നും ഇല്ലാത്ത സ്റ്റേഡിയങ്ങളാണ്. ഈവൻ കൊച്ചിയിൽ പോലും അന്ന് ഫിഫയ്ക്ക് അവരുടേതായ കുറെ സ്ഥലങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. മനസ്സിലായി, പ്ലേയേഴ്സ്, ഒഫീഷ്യൽസ്, മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി, VIP ഗസ്റ്റുകള്, പിന്നെ അവരുടെ കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ്, ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി സ്റ്റാഫ്, ഇവർക്കൊക്കെ വേണ്ടി ഓഫീസുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് സ്പെക്ടേറ്റേഴ്സിന് സ്ഥലം 29,000-ലേക്ക് കപ്പാസിറ്റി കുറച്ചിട്ടാണ് നമ്മുടെ പല സ്റ്റേഡിയങ്ങളിലും വന്ന് അണ്ടർ 17 വേൾഡ് കപ്പ് നടത്തിയത്. അപ്പൊ നമുക്ക് ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി പുവർ. അപ്പൊ ഇത് നമുക്കൊരു അന്താരാഷ്ട്ര മാച്ച് നടത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേഡിയത്തിൽ ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടി പൈസ മുടക്കിയേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ പൈസ മുടക്കാൻ വരുന്ന ആളാണോ ഈ സ്റ്റേഡിയത്തിന്റെ ഓണർ ആരാണ്? അവർ വേണം ഇത് റിനോവേറ്റ് ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കേണ്ടത്. സ്പോൺസറിൻ്റെതായ മൈലേജ് കൊടുക്കണം. പൈസ വാങ്ങിക്കുക, സ്പോൺസറിന് അവിടെ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ടച്ച് ലൈനിന്റെ സൈഡിലുള്ള അവരുടെ ഉണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്, ദേ വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി സർട്ടൻ പ്രിവിലേജസ്, അവർക്ക് പരസ്യം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്പോൺസറുടെ റോൾ. അല്ലാതെ സ്പോൺസർ വന്നിട്ട് അതൊരു ശരിയായ പ്രവണതയല്ല. പുള്ളിയും ഭയങ്കര ഫുട്ബോൾ ഫാൻ ആയിരിക്കും, താല്പര്യം കാണിക്കും, അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ആ സൈഡ്. ബട്ട് ഹീ should not be in the forefront. It should be All India Kerala Football Association, All India Football Federation and FIFA's technical team. ഇവര് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ ഡി രവികുമാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, GCD ആണ് ഈ സ്റ്റേഡിയത്തിന്റെ കസ്റ്റോഡിയൻ. ഇപ്പോൾ ഈ പറയുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയിലൊന്നും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആളൊന്നും അല്ല ഉള്ളത്. എന്താണ് ഈ SFK എന്ന് പറയുന്ന, അതായത് എന്താ പറയാ, ഫുട്ബോൾ ഫൗണ്ടേഷനോ എന്താ, സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയാണ് അതിൻ്റെ ആളുകളാണുള്ളത്. അതാണ് അതാണ് ഈ ഒരു NGO ആണ്. കായിക മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ തന്നെ. അപ്പോൾ മൊത്തത്തിൽ എന്താണ്, ഭരണകൂടത്തിൻ്റെ ആളുകൾ മാത്രമുള്ള, എന്നാൽ സ്പോർട്സ് ബോഡികൾക്കോ ഫുട്ബോൾ ബോഡികൾക്കോ ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ കാര്യം അറിയുന്നത് തന്നെ, അവരിടപെടുന്നത് തന്നെ കഴിഞ്ഞ മാസമൊക്കെയാണ്. അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. നമ്മുടെ പല സംരംഭങ്ങളിലും ഇപ്പം പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട്. എയർപോർട്ടുകൾ, റോഡുകൾ വരെ. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ടി വരുന്നതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ പബ്ലിക്
എന്ന് പറയുന്ന അവർക്ക് വളരെ പ്രൊമിനന്റ് ആയിട്ട് ഒരു പ്ലേസ് വേണം. ഇതിപ്പോ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അവർക്കാണ് ഇതിന്റെ മുഖ്യമായ സ്ഥാനം. കാരണം ദേ റെപ്രസെന്റ് ദ പബ്ലിക്. പ്രൈവറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് മണി ആൻഡ് മേ ബി ഗുഡ് ഇന്റൻഷൻസ്, ലവ് ഫോർ ഫുട്ബോൾ, എവറിഥിങ് ഉണ്ട്. അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ ഈവൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള പ്രോജക്റ്റുകളിൽ പോലും ഗവൺമെന്റ് തലത്തിലുള്ളവരും IAS ഓഫീസേഴ്സും അവരൊക്കെയാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു എന്താണ് പറയുന്നത്, ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന എല്ലാ ഗവൺമെന്റുകളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. രഘുമാർ, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ധാരാളം പണികളുണ്ട്, ഒരുപാട് പണം മുടക്കേണ്ടി വരും. ഇപ്പോൾ GCDA പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള 10 പണികളിലൊന്ന്, വളരെ പ്രധാനപ്പെട്ട പണികളൊന്ന് ഫ്ലഡ് ലൈറ്റ് മാറ്റുക എന്നുള്ളതാണ്. അത് LED സംവിധാനത്തിലേക്ക് മാറ്റുക, അത് നല്ല പണവും ചിലവാകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നടക്കുന്ന ഈ പണികൾ പൂർത്തീകരിച്ചാൽ മാർച്ചിലേക്ക് ഇത് FIFA സ്റ്റാൻഡേർഡിലേക്ക് എത്തുമോ? മാർച്ചിലേക്ക് FIFA സ്റ്റാൻഡേർഡ്, FIFA ഓൾസോ വേൾഡ് കപ്പ് നടത്തുന്ന സ്റ്റേഡിയങ്ങൾ ഇലൈറ്റ് മാച്ചസിന് പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അവർക്ക്. ഇങ്ങനെയുള്ള വൺ ഓഫ് എക്സിബിഷൻ മാച്ചസ് ആകുമ്പോൾ അവർ ചില എന്താ പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ അയവ് കൊടുക്കും. അല്ലാതെ പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങളിലും ഒരു ഇന്റർനാഷണൽ യൂറോപ്പിലെ പോലെ അമേരിക്കയിലെ പോലെ അല്ലെങ്കിൽ ഗൾഫിലെ പോലെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വൺ ഓഫ് മാച്ചസ് ഒക്കെ നടക്കുന്നിടത്ത് അവർ ചില അയവുകളൊക്കെ കൊടുക്കും. അതുകൊണ്ട് നടക്കും. പക്ഷേങ്കില് ഞാൻ മുമ്പൊരു ചാനലിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വിശ്വാസമില്ല ഈ മാർച്ചിൽ ഇത് നടക്കുമെന്നുള്ളത്. കാരണം മാർച്ച് 23rd മുതൽ 31st വരെയാണ് മാർച്ചിലെ വിൻഡോ. ഓക്കെ, ജൂൺ 11 വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. മാർച്ച് 31 വരെയുള്ള വിൻഡോ കഴിഞ്ഞ് ജൂൺ, ഏപ്രിൽ, മെയ് 2 മാസം 60-70 ദിവസം വേൾഡ് കപ്പിന്റെ കിക്ക് ഓഫിന് മുമ്പ് 8,000 മൈലുകൾ ഇത്രയും ലോങ് 16 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അർജന്റീനിയൻ ടീം കേരളത്തിൽ വന്ന് കളിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവര് വരുമായിരിക്കും, ഇവര് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, അല്ലെ ഇവർക്ക് ഏജൻസ് കാണും, ഏജൻസ് മുഖാന്തരം ഇവർ അർജന്റീന ടീമിനെ അപ്രോച്ച് ചെയ്ത് കാണും. ദർ വിൽ ബി മിഡിൽ മെൻ. ഇതൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ പ്ലേയേഴ്സിന് തന്നെ ഏജൻസ് ഉള്ള കാലമാണ് ഇന്ന്. ഇപ്പൊ എല്ലാ ഏജൻസ് ആണ്, കമ്മീഷൻ കൊടുക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ മാർച്ച് വിൻഡോയില് അർജന്റീന പോലൊരു നിലവിലുള്ള ലോക ജേതാക്കൾ ഇവിടെ വന്നിട്ട് ഏത് ടീമുമായിട്ട് മറ്റൊരു അറ്റ്ലീസ്റ്റ് ടോപ്പ് 50 അല്ലെങ്കിൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയിട്ടുള്ള ഏതൊരു ടീമുമായിട്ടെങ്കിലും വേണമല്ലോ അവർ കളിക്കാൻ. അല്ലെങ്കിൽ പിന്നെ വേൾഡ് കപ്പിന് മുമ്പിൽ അവർക്ക് എന്താണ് ഇവിടെ വന്ന് ഇന്ത്യൻ ടീമായിട്ടോ അല്ലെങ്കിൽ തായ്ലൻഡോ അങ്ങനെയുള്ള ടീമായിട്ടൊന്നും കളിച്ചിട്ട് കാര്യമില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ടീമും വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയിട്ടുള്ള ഏതെങ്കിലും ടീം ഈ മാർച്ച് വിൻഡോയില് വന്നിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് കേരളത്തിൽ വന്ന് ഈ എന്താണ് പറയുന്നത് വെരി അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒന്നും അല്ലാത്ത ഒരു സ്റ്റേഡിയത്തിൽ കളിച്ച് ഒരു മാച്ച് കളിച്ച് ആ റിസ്ക് എടുക്കുമെന്ന് എന്റെ അനുഭവത്തിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എനിത്തിങ് ക്യാൻ ഹാപ്പൻ, ബട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 99% മാർച്ച് വിൻഡോയിൽ കളി നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ദീപ്തി മേരി വർഗീസ്, ഇവിടെ ഷറഫ് അലിയും അതുപോലെ രവികുമാറും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരുന്ന കാര്യത്തിൽ സ്പോൺസർക്കും കേരള സർക്കാരിനും ഒക്കെ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ, പ്രൊസീജിയറൽ എറേഴ്സ് ആണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ടുണ്ടായ തിരിച്ചടിയാണ്. പക്ഷേ സ്റ്റേഡിയം കൈമാറുന്ന കാര്യത്തിൽ സ്റ്റേഡിയം അങ്ങനെ കൈമാറിയിട്ടില്ല. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ 70 കോടി എന്നൊക്കെ പറയുന്ന ആ തുകയേക്കാൾ കൂടുതൽ പണിയുണ്ടെന്ന് രവികുമാർ പറയുന്നു. അവിടെ ഫ്ലഡ് ലൈറ്റുകൾ മുഴുവനായി മാറേണ്ടതുണ്ട്, ധാരാളം പണികളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്പോൺസർ ഏതായാലും ഒരു ലാഭേച്ഛയും ഇല്ലാതെ, കളി നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലാതെ ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ സർക്കാർ അങ്ങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കണോ? അതെ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചത്. ഈ സ്പോൺസറെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ ഷറഫ് അലിക്ക് പോലും അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. ഇത് വളരെ ലാഘവ ബുദ്ധിയോടെ സർക്കാർ ഒരാളെ കണ്ടെത്തി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്തിനത് ചെയ്തു, എങ്ങനെയാണത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും അത് ടെൻഡർ വിളിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരിയായ രീതിയിലുള്ള ഒരു പ്രൊസീഡിങ്സ് നടത്തിയോ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ഇഷ്ടക്കാരനെ വിളിച്ച് അല്ലെങ്കിൽ സർക്കാരിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കാരിലെ മന്ത്രിയോടോ മറ്റാരെങ്കിലുമോടോ അടുപ്പമുള്ള ഒരാൾക്ക് വിളിച്ചു കൊടുത്തു. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനല്ല ഇത് പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞതിൽ നിന്നുള്ള അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കയ്യിൽ പണമുള്ള നല്ല ഒരു സ്പോൺസർ വന്നാൽ അതാരായാലും അവർക്ക് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനമാണ് ആദ്യം നടന്നത്. ഇവിടെ സ്റ്റേഡിയം നന്നാക്കുന്നതോ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതോ, നമുക്കറിയാം സ്റ്റേഡിയത്തെ സംബന്ധിച്ച് വലിയ ഒരു ചീത്തപ്പേര് ഉണ്ടായിട്ടുണ്ട്.
ഇവിടുത്തെ തൃക്കാക്കര MLA അവിടെ വീണ ഒരു സാഹചര്യം, അതിനുശേഷം അവരെ കൈകാര്യം ചെയ്തത്, അവരെ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളത്, അവിടെ അത്യാവശ്യം സെക്യൂരിറ്റി സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ആംബുലൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു ഫുട്ബോൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തിനായിരുന്നു തിരക്ക്? സർക്കാരിനായാലും സർക്കാർ വെറുതെ ഏൽപ്പിച്ചു കൊടുത്ത സ്പോൺസർക്കായാലും തിരക്കെന്ന് പറയുന്നത് ഒരു തരം മാർക്കറ്റിംഗ് ആയിരുന്നു. ഇവിടെ മെസ്സി വരുന്നുണ്ട്, ഇവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ 50 കോടിയോ അല്ലെങ്കിൽ 70 കോടിയോ ചെലവാക്കിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് ആ പൊങ്ങച്ചം മാധ്യമങ്ങളെ വിളിച്ചു പറയാനും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സർക്കാരിനെയുമാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സംശയം വന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇവിടെ ഇപ്പോഴും വ്യക്തതയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഞാൻ ഇതിൻ്റെ GCDയുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 50,000 പേര് ഇരുത്തുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് ഫിഫയുടെ നിഷ്കർഷ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സെക്യൂരിറ്റി സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളത്, ചുറ്റുമതിൽ എത്രത്തോളം ഹൈറ്റിൽ ഉണ്ടാവണം എന്നുള്ളത്, അതിനനുസൃതമായി തന്നെ അതിന് ചുറ്റുപാടുമുള്ള, നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നെങ്കിലും ഒരു സിറ്റുവേഷൻ. ഇപ്പോ ഈ GCDയെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ മരം വെട്ടാനുള്ള പണിയൊന്നുമില്ല, എന്തിനായിരിക്കും മരം വെട്ടിയത് അവിടെ? അവിടെ അതാണ് ഞാനത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഈ പറയുന്നത് പോലെ ബൗണ്ടറി വോൾ കെട്ടുന്നു. ബൗണ്ടറി വോൾ കെട്ടുന്നത് അത് ഏത് സ്പെസിഫിക്കേഷൻ വെച്ചാണെന്നുള്ളതിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം കൊച്ചി നഗരസഭയ്ക്ക് ഒരു ബൗണ്ടറി വോൾ കെട്ടുന്നതിന് ഒരു ഹൈറ്റിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിലും ഹൈറ്റ് കൂട്ടിയാണ്. അതിനി ഫിഫയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെയാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അത് ഫിഫയുടെ ഇവിടെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം പറയട്ടെ. അത് അവിടെ ചുറ്റുവട്ടത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് കാറ്റും വെളിച്ചവും പോലും കയറാത്ത രീതിയിലുള്ള ഹൈറ്റിലേക്കാണ് അവിടെ ചുറ്റുമതിൽ പണിയുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു പരാതി ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ആ പ്രദേശത്തുള്ളവർ കൊടുത്തു. അപ്പോൾ അവിടെ ഈ ചുറ്റുമതിൽ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങൾ വെട്ടിയത്. മരങ്ങൾ വെട്ടുമ്പോൾ ട്രീ കമ്മിറ്റി കാണണമെന്നും അത് കൊച്ചി നഗരസഭയുടെ ട്രീ കമ്മിറ്റിയുടെ സാങ്ഷൻ വേണമെന്നും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊന്നും വാങ്ങിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കും അറിയില്ല. അപ്പോൾ പ്രധാനപ്പെട്ട എൻട്രൻസിലുള്ള മരങ്ങളൊന്നും വെട്ടിയതായിട്ട് കാണുന്നില്ല, പക്ഷേ ചുറ്റുപാടുമുള്ള മരങ്ങൾ പലതും വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ തോന്നുന്നു എനിക്കൊരു 4-5 വർഷം മുമ്പ് GCയുടെ ഈ ചെയർമാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു നക്ഷത്രക്കാട് എന്ന് പറഞ്ഞ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മരങ്ങൾ നട്ടിരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയും ഇപ്പോൾ ആകെയെല്ലാം കിളച്ചു മാന്തി ഇട്ടിരിക്കുകയാണ്. അവിടെ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു അവ്യക്തമായ രീതിയിലാണ് അവിടെ ഈ പണികൾ നടക്കുന്നത്. ഇത് നടത്തുന്നത് ആരാണ്? ഇപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള ഗ്രാഹ്യമുള്ള ഒരാളല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഫയുടെ പ്രതിനിധി പറഞ്ഞല്ലോ ഈ സ്പോൺസറുടെ ഉത്തരവാദിത്തം എന്താണ്. സ്പോൺസറെ സംബന്ധിച്ച് അവർ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളത്, അവരിപ്പോൾ ചെയ്ത ഈ മാർക്കറ്റിംഗ് ഒരു വേലയുണ്ടല്ലോ, എല്ലാ മാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങളാണിത് ചെയ്യുന്നത്, ഞങ്ങളാണ് കോടികൾ മുടക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു രീതി, അവരത് ഫ്ലെക്സ് വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള പരസ്യ പ്രചരണങ്ങളിലൂടെയോ ഒക്കെ കാണിക്കും. അതാണല്ലോ നമ്മൾ ഇന്റർനാഷണൽ ഗെയിമുകൾ നമ്മൾ കാണുന്നു, ഇന്ത്യക്ക് വെളിയിൽ എന്തെല്ലാം ഗെയിമുകൾ നമ്മൾ കാണുന്നു, അവിടെയൊക്കെ സ്പോൺസേഴ്സിൻ്റെ ജോലി അത് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ സ്പോൺസേഴ്സിൻ്റെ അതിനപ്പുറമായിട്ട് അവർ കൈകടത്തി ഇത് സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ പറയേണ്ട കാര്യങ്ങളോ അതെല്ലാം തന്നെ സ്പോൺസേഴ്സ് അതിലേക്ക് കടന്നു കയറി പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ ദുരൂഹതയുണ്ട്. ആർക്കാണ് ഇവർക്ക് അത്തരത്തിൽ പറയാനുള്ള അവകാശം കൊടുത്തത്? എന്നിട്ട് മറ്റ് ചില വെല്ലുവിളികൾ അവർ നടത്തുന്നു. ഞങ്ങൾ ഇതിനിയും നടത്തുമെന്ന്, അടുത്ത മാർച്ചിൽ നടത്തുമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ജനങ്ങളോട്, ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകൾ വളരെ ആവേശത്തോടെ കാണുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവൽ പ്ലേ നടക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മെസ്സിയെ പോലുള്ള ഒരു പ്ലെയർ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവർ വളരെ ആവേശത്തോടെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അവരെ ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നവംബറിൽ വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് 24-ാം തീയതി ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു. ആ ഡെഡ് ലൈനിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയക്കനുസരിച്ച് ഈ
സ്റ്റേഡിയം ഏത് നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നുള്ളത് ഫിഫയുടെ നിലവാരത്തിനനുസരിച്ച് ഉയർത്തി എന്നോ അല്ലെങ്കിൽ ആ പണി തീർന്നു എന്നുള്ളതോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് 24-ാം തീയതിക്കുള്ളിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. 25 ഒക്ടോബർ 25 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 24-ാം തീയതിയാണ് ഇവിടെ എത്ര 50,000 പേരുടെ കപ്പാസിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും മറ്റും നടന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനെന്താണ് കാരണം? അപ്പോൾ ഫുട്ബോൾ പ്രേമികളോട് പറയുന്നു ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുകയും ഇതൊന്നും വ്യക്തതയോടെ കാര്യക്ഷമതയോടെ നടത്താൻ കഴിയാത്ത ആളുകളെ ഇതുകൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിനാണ്. ഇതിൻ്റെ കായിക വകുപ്പ് മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അവരെ ആരെയാണോ ഏൽപ്പിച്ചത് അവർക്കെല്ലാം ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എത്ര കമ്മിറ്റി, ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ശ്രീ അഷ്റഫ് അലി പറഞ്ഞു 3-4 കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഈ കമ്മിറ്റിയുടെയൊക്കെ ഉത്തരവാദിത്തം അവർ ശരിയായ രീതിയിൽ ചെയ്തെങ്കിൽ ഇപ്പോൾ ഇവിടെ കളി നടത്താമായിരുന്നു. അപ്പോൾ ആ മോണിറ്ററിംഗ് കമ്മിറ്റി ഒന്നും ശരിയായ രീതിയിലല്ല നടന്നതെന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്ത് സ്വജന പക്ഷപാതം നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന ഏറ്റവും വലിയ ആരോപണം. സ്വന്തം ഇഷ്ടക്കാർക്ക് ഇത് എടുത്തു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി, ഷറഫ് അലി, ഈ ഫിഫയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ മാറിയതൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ഷറഫ് അലി എന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം ഫുട്ബോളിനെ കുറിച്ച് അത്ര അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങ്. അപ്പോൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഇതൊന്നും ഫിഫയുടെ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത്. ഇനി മെസ്സിയെയും അർജന്റീന ടീമിനെയും കൂടെ കൊണ്ടുവന്നാൽ എവിടെ സ്റ്റേഡിയം കളിക്കാൻ? ആദ്യം ഈ സ്റ്റേഡിയം ശരിയാക്കണ്ടേ. മറ്റൊന്ന്, എനിക്ക് സ്പോൺസർ തന്നെ പറയുകയാണ്, എനിക്ക് നേരിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് ഇമെയിൽ അയച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു നെഗോഷിയേഷന് ഫിഫ അക്രഡിറ്റഡ് ഏജൻസി വേണം എന്നുള്ളത് ഈ ഇന്റർനാഷണൽ ഇവന്റ് സംഘടിപ്പിക്കുന്ന ഒരു ബാലപാഠമാണ്. അതൊക്കെ രവികുമാറിന് അറിയാം. എനിക്ക് നേരിട്ട് മെയിൽ അയക്കുകയാണ് ആര്? അർജന്റീന. ഇതൊക്കെ കേൾക്കുമ്പോൾ ഷറഫ് അലിക്ക് തോന്നിയില്ലേ ഇതെന്തോ പ്രശ്നമുണ്ട്, ഇതൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഷറഫ് അലിയെ പോലുള്ളവർ ശ്രമിച്ചിരുന്നു? ഞാൻ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരുന്ന രീതി പറയാം. ഒന്ന്, ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ടല്ല, ഒരു ഫുട്ബോൾ കളിക്കാരൻ അല്ലെങ്കിൽ ഒരു അർജന്റീന ഫുട്ബോൾ ടീം വരുന്നതിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിനെ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഞാൻ ഒന്ന് വിശകലനം ചെയ്യാം. ഒന്ന്, ഇതിനെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഒന്ന്. രണ്ട്, ഒരു പ്രൊഫഷണൽ എനിമിറ്റിയെ മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷമായൊരു കായിക താരം എന്നുള്ള നിലക്ക് ഞാനിതിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ അർജന്റീന ടീമിനെ വിത്ത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി സ്പോൺസർ എടുത്തിട്ടുള്ള ഒരു താല്പര്യം, അതിന് നേരത്തെ രവികുമാർ സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും അപാകതകൾ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നമെങ്കിൽ അത് നമുക്ക് വേറെ പരിശോധിക്കാം. എന്തായാലും കോടികൾ മുടക്കിക്കൊണ്ട് അർജന്റീന ടീമിനെ മെസ്സി ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു പരിശ്രമം നടത്തി എന്നുള്ളത് ഒന്ന്. അത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കേണ്ട സംഗതി. രണ്ടാമതായിട്ട്, ഈ നവംബർ മാസത്തിൽ ടീം വരും എന്ന് അറിയിച്ചതിനെ തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിൽ പെട്ടെന്ന് വളരെ വേഗത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരംഭിച്ചിട്ടുള്ള കാര്യം. അവിടെ ടർഫ്, ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരമുള്ള ടർഫ് വേണമെന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. രവികുമാർ സാറ് പറഞ്ഞു, ഒരു ഇൻ്റർനാഷണൽ ഫിഫ നിലവാരമുള്ളൊരു മത്സരം നടക്കാൻ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റ് മാറ്റണം എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. നിലവാരമുള്ള സീറ്റിംഗ് കപ്പാസിറ്റി, ദീപ്തി മേഡം തന്നെ പറഞ്ഞു, ബഹുമാനിയായ ഉമാ മേഡം വീണ കഥ പറഞ്ഞു, സുരക്ഷിതത്തിന് ബുദ്ധിമുട്ടുണ്ട്, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പാർക്കിംഗ് ഗ്രൗണ്ട്, ചളി പിടിച്ച് കിടക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്ത് മനോഹരമാക്കണം എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനി കോമ്പൗണ്ട് വാള് അതും കെട്ടണം എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അങ്ങനെ സ്പോൺസറുടെ കീഴിൽ നടത്തിയുള്ള ഏതെങ്കിലും വർക്ക് അവിടെ അനാവശ്യമാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ശരിയാണ്. രണ്ടാമതായിട്ട് ദീപ്തി മേഡം പറഞ്ഞു ഇഷ്ടക്കാരന് കൊടുത്തു. ഇഷ്ടക്കാരന് പൈസ വാരി കൊടുക്കുകയല്ലേ ചെയ്ത്, ഇഷ്ടക്കാരൻ കോടിക്കണക്കിന് രൂപ ഇവിടെ ചെലവാക്കുകയാണ് ചെയ്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇഷ്ടക്കാരനാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുത്തതാണ് ഇഷ്ടക്കാരനെ സഹായിച്ചു എന്ന് പറയാം. ഇവിടെ ഒരു സ്പോൺസറെ കണ്ടെത്തി കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ കേരളത്തിന്റെ കായിക വികസനത്തിന്, കേരളത്തിലെ ഫുട്ബോൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ. എന്തായാലും കുഴപ്പമില്ല, പണം പോരട്ടെ എന്നൊരു സമീപനം ഈ സർക്കാരിനില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഇതേ സ്പോൺസർ പുനരധിവാസത്തിന് ഞങ്ങൾ 150 ഏക്കർ തന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വേണ്ട, അത് കയ്യിലിരുന്നോട്ടെ എന്നാണ്. അതിന് കാരണമുണ്ട്.
ഈ പണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ ഭൂമിയൊക്കെ ഏതാണെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് ഈ അർജന്റീന മാച്ചും ഈ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഞാൻ പറഞ്ഞത്. മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും അപ്പുറത്തേക്കൊന്നും ഞാൻ വരുന്നില്ല. അല്ല, ആരാണെങ്കിലും പണം തന്നോ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നൊരു സമീപനം ഈ സർക്കാരിനില്ല എന്ന് അങ്ങനെ ഉറപ്പിക്കുക. ആരാണെങ്കിലും ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പണമല്ലല്ലോ. നിങ്ങളെപ്പോലെ മീഡിയ വണ്ണെ പോലെ അംഗീകാരമുള്ള ഒരു ചാനൽ നടത്തുന്ന ആളാണല്ലോ അദ്ദേഹം. അതിൽ തന്നെ ഉറപ്പില്ല ഷറഫലി. അദ്ദേഹം അത് തന്നെ ഉറപ്പില്ല. ഒരു കായിക രംഗത്തെ ഒരു പ്രവർത്തനത്തിന് തയ്യാറായി വരുമ്പോ സർക്കാർ വേണ്ടെന്ന് പറയണോ? സർക്കാർ അദ്ദേഹം ഒരു ചാനൽ നടത്തുന്ന ആളാണ് എന്നൊരു ഐഡന്റിറ്റി അല്ല അദ്ദേഹത്തെ കുറിച്ചുള്ളത്. സ്പോൺസറെ കുറിച്ചുള്ള ഐഡന്റിറ്റി കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അതൊരു ക്രിമിനൽ പശ്ചാത്തലമാണ്. ചാനലിന്റെ ഓണർഷിപ്പ് ഉണ്ടെന്നുപോലും ഡിബേറ്റബിൾ ആണ്. കാരണം അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ആ ചാനലിന്റെ ഓണർഷിപ്പ് ഇല്ല എന്നാണ് കമ്പനികാര്യ മന്ത്രാലയങ്ങൾ പറയുന്നത്. അല്ല, അതിലേക്കൊന്നും ഞാൻ കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം, അതിനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതും അതിനനുസരിച്ച് സ്റ്റേഡിയം നവീകരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളതിന്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തായാലും അദ്ദേഹത്തിന് നഷ്ടമല്ലാതെ ഒരു ലാഭം ഉണ്ടായിട്ടില്ലല്ലോ. എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ പറ്റിച്ചു അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ലോക നിലവാരമുള്ള ഒരു ഫുട്ബോൾ ടീമിനെ, ഫുട്ബോൾ കളിക്കാരെ വളർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ ആരംഭ പ്രവർത്തനം എന്നുള്ള നിലക്കാണ് ഞാൻ മെസ്സിയെ കൊണ്ടുവരുന്നത്, അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ആരവത്തിലൂടെ കേരളത്തിലൊരു ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കുകയും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ അക്കാഡമികൾ സ്ഥാപിക്കും. ചുരുങ്ങിയത് 100 കണക്കിന് വളരെ ചെറുപ്പത്തിൽ കുട്ടികളെ കണ്ടെത്തി ദീർഘകാല അടിസ്ഥാനത്തിൽ പരിശീലന പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ലോക നിലവാരമുള്ള താരങ്ങളെയും ലോക നിലവാരമുള്ള ടീമിനെയും സൃഷ്ടിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വിശ്വസിക്കാനല്ലേ ഇപ്പം നിർവാഹമുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. ശരി ഷറഫലി. ശ്രീ രവികുമാർ, ഇവിടെ അർജന്റീന ടീമിനെ സംബന്ധിച്ചും കേരളം അവരുടെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. കാരണം അത്രയും ഫാൻസ് ഉണ്ട് ആ ടീമിന്. അവർക്ക് ഇന്ത്യയിൽ കളിക്കുന്നത് തന്നെ വലിയ താല്പര്യമാണ്. കാരണം ഇന്ത്യ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫാൻ ബേസുമാണ്. എന്നിട്ട് പോലും AFFAക്ക് മറ്റേ അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ അത് പറ്റുന്നില്ല, അവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു സ്വകാര്യ വ്യക്തി അതിന് ശ്രമിക്കുമ്പോൾ അത് ചാനലൈസ് ചെയ്യാൻ പോലും നമ്മുടെ ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സ്പോൺസറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അദ്ദേഹം പണം മുടക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് KFA ഇതിൽ പങ്കാളിയല്ല, അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ പങ്കാളിയല്ല, അവർക്കായിരിക്കുമല്ലോ കൂടുതൽ ഈ ചാനലിനെ കുറിച്ച് അറിയണ്ടാവുക. അവരിത് അറിയുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇദ്ദേഹം തൻ്റെ അറിവില്ലായ്മ തന്നെ അദ്ദേഹം ആത്മാർത്ഥം കൊണ്ട് പണം മുടക്കുന്നു, ഇറങ്ങി പുറപ്പെടുന്നു, അത് പാളീസാകുന്നു, സർക്കാർ നാണം കെടുന്നു, മന്ത്രിക്ക് ഒളിച്ചു പോകേണ്ടി വരുന്നു, മിണ്ടാതിരിക്കേണ്ടി വരും. ഇതെന്ന് ശരിയാവുമെന്നാണ് തോന്നുന്നത്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു തുടക്കം മുതലേ പാകപ്പഴൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ ഇപ്പോ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്ക് ഫുട്ബോളിനോട് കമ്പമുണ്ട്, പൈസയുണ്ട്, ഞാൻ സ്പോൺസർ ചെയ്യാം. ആദ്യം KFA അപ്രോച്ച് ചെയ്യണം. കേരള ഫുട്ബോൾ അസോസിയേഷനിൽ കൂടെ വേണം റൂട്ട് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഈ പത്രസമ്മേളനങ്ങൾ നടത്തേണ്ടത് സ്പോൺസർ അല്ല. ഇത്രയും മാധ്യമ ഡിബേറ്റുകളും ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് forget about the rivalry between channels. അല്ലെങ്കിൽ തന്നെ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും ഞാൻ ആണ് മെസ്സിയെ കൊണ്ടിരുന്നത്, ഞാൻ തീരുമാനിക്കും മെസ്സി ഇവിടെ കളിക്കണോ വേണ്ടായോ എന്ന്, ഞാനെന്ന് എടുത്തു പറയുന്നിടത്ത് പുള്ളി ഒത്തിരി ശത്രുക്കളെ ഉണ്ടാക്കി. ചിലപ്പോൾ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ ആയിരിക്കും. എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ 10-30 വർഷം പുറത്തായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോ അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഉണ്ട്, കല്യാൺ ദുബൈ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, സത്യനാരായണ. അവർ വേണം പ്രസ് കോൺഫറൻസ് നടത്താന്. ഡൽഹിയിലോ മേജർ സിറ്റീസിലൊക്കെ അവർ പ്രസ് കോൺഫറൻസ് നടത്തുക. വി ആർ ഓർഗനൈസിംഗ് ആൻ ഇന്റർനാഷണൽ മാച്ച് ആൻഡ് കേരളാസ് റിപ്പോർട്ടർ ചാനൽ ആർ ദ മെയിൻ സ്പോൺസേഴ്സ്. അതിന്റെ ടെലികാസ്റ്റ് റൈറ്റ്സ് ഇന്ന ചാനലാണ്, അതിനകത്തുനിന്ന് ഇത്ര കോടി ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ദേ ആർ ദി ലോക്കൽ പ്രൊഡക്ഷൻ നടത്തുന്നവരാണ്. ഗ്ലോബൽ ബീമിങ്ങിന് അവർ എല്ലായിടത്തും അർജന്റീനയിൽ നിന്നൊക്കെ TV ചാനലിന് പൈസ കിട്ടും. there is a lot of scope to make money. പക്ഷെ ഇതിനൊക്കെ ഒരു സുതാര്യത വേണം, ഇതിനൊക്കെ അക്സെപ്റ്റഡ് പ്രൊസീജിയേഴ്സ് വേണം. ഇതിനെയെല്ലാം മറികടന്ന് സർക്കാരും
സർക്കാർ ഇതിൽ വരേണ്ട കാര്യമില്ല സത്യത്തിൽ. AFF-നെ, കേരള ഫുട്ബോൾ അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യുക. സർക്കാർ വരുന്ന എവിടെയാണ് പോലീസിനെ വിടുക, സെക്യൂരിറ്റി, സ്റ്റേഡിയത്തിലെ സേഫ്റ്റി, സെക്യൂരിറ്റി, വേറെ പോലീസിന്റെ സപ്പോർട്ട് ഉണ്ട്, അതും ചെയ്യുക. പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ട് വേണ്ടിയെടുത്ത്, ലൈസൻസ് കൊടുക്കേണ്ടടുത്ത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക, ഡിലേ വരാതിരിക്കാൻ വേണ്ടി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ഫുട്ബോൾ കളി നടത്തുക എന്നുള്ളത് സർക്കാരിന്റെ അജണ്ടയല്ല. അപ്പൊ ഇവിടൊക്കെയാണ് പോരായ്മകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ലീവ് ഫുട്ബോൾ ടു ഫുട്ബോൾ പീപ്പിൾ, ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിനകത്ത് ആരും കൈ കടത്തരുത്. സ്പോൺസേഴ്സ് ഷുഡ് റിമൈൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വെൻ ദ മാച്ചസ് ആർ ഓൺ, ആ ദിവസങ്ങളിൽ അവർക്ക് അതിന്റെ ലൈം ലൈറ്റ് കൊടുക്കും. മീഡിയ ഒക്കെ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് സ്പോൺസർ ചെയ്ത്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു ഓവർ എക്സിബറൻസ് ആയിരിക്കും, പരിചയക്കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. അതാണ് ഇതിലെ പ്രശ്നം. ഒന്ന് സർക്കാരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ആദ്യം പ്രഖ്യാപിക്കുക, പിന്നീട് സ്പോൺസറെ കണ്ടെത്തുക, സ്പോൺസർ അതിന്റെ മുഴുവൻ ആളായി മാറുക, സ്റ്റേഡിയം നിർമ്മാണം പോലും അദ്ദേഹം ഏറ്റെടുക്കുക തുടങ്ങിയ ഇതുവരെ ഈ ഫുട്ബോൾ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിൽ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മന്ത്രിയും സർക്കാരും തുറന്നു പറയേണ്ടത്, എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. നന്ദി ശ്രീ ദീപ്തി, ശ്രീ രവികുമാർ, ശ്രീ യു ഷറഫ് അലി, ഇത്രയും സംസാരിച്ചത്.